ഷാബു പ്രസാദ്, ഇവിടെ ബി ജെ പിയെ പറ്റി നേരത്തെ കെ ജെ പി എന്നൊരു വിമർശനം കേൾക്കുന്നുണ്ടായിരുന്നു. അത് പറയുന്നത് ജിൻഡോയുടെ പാർട്ടിക്കാരോ നിതിൻ്റെ പാർട്ടിക്കാരോ അല്ല, ബി ജെ പി തന്നെ ഇൻസൈഡേഴ്സ് പറയുന്ന ഒരു ആക്ഷേപമാണ്. അതിപ്പോൾ കെ ജെ പി മാറി പാലക്കാടൻ ജനതാ പാർട്ടി പി ജെ പി ആയോ എന്നൊരു വിമർശനം ഞാൻ കണ്ടു. പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറയുകയാണ്, കുമ്മനം രാജശേഖരൻ കൊടുത്ത 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൊടുത്തു. 2 പേരും തയ്യാറായില്ല. കൃഷ്ണകുമാറും തയ്യാറായതേയില്ല. അവസാനം വരെ എന്നെ ഒന്ന് ഒഴിവാക്കുമോ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അത്ര കൃഷ്ണകുമാർ. പിന്നെ നിർബന്ധിച്ച് കഷ്ടപ്പെടുകൊണ്ട് നിർത്തിയാണെന്നാണ് പറയുന്നത്. ഷാബു, ഈ A+ എന്ന് ബി ജെ പി ആവർത്തിച്ച് പറയുന്ന മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കാനും മാത്രം ദരിദ്രമാണോ ഭാരതീയ ജനതാ പാർട്ടി? ഷാബു, അല്ല, ഇപ്പം ബി ജെ പിക്കുള്ളിൽ പലയിടത്തും പല A+ മണ്ഡലങ്ങളിലും എല്ലാം പലപ്പോഴും സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ പണ്ട് ഈ അദ്വാനിയും വാജ്പേയിയും തമ്മിൽ അതിഭയങ്കരമായൊരു തർക്കമുണ്ടായിരുന്നു പ്രധാനമന്ത്രി പദത്തെപ്പറ്റി. എന്തായിരുന്നു പറഞ്ഞാൽ, അദ്വാനി പ്രധാനമന്ത്രിയാണമെന്ന് വാജ്പേയിയും വാജ്പേയി പ്രധാനമന്ത്രിയാകണമെന്ന് അദ്വാനിയും ഇവർ തമ്മിൽ വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബി ജെ പിക്കകത്തും സംഘപരിവാറിൻ്റെ അകത്തും ഉണ്ട്. ഹാഷ്മി, അല്ല തോറ്റുപോകുന്ന പേടിച്ചിട്ടല്ല. ഏതാ അല്ല തോറ്റുപോകുന്ന പേടിച്ചിട്ടല്ല. അല്ല, ഈ ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ എന്നാണിപ്പോൾ ബി ജെ പി ജയിച്ചിട്ടുള്ളത്? അത് നിങ്ങൾ പറ. ആകെ 2 തവണയാണ് കേരളത്തിൽ ബി ജെ പി വിജയിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നേമത്തേക്കും കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്നും. ഈ 2 തവണ ഒഴിച്ച് കേരളത്തിൽ ബി ജെ പി തോറ്റിട്ടേ ഉള്ളൂ. ഈ അടുത്ത കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലാണ് കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചത്. കേരളത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയത് എത്ര തോൽവികൾ കഴിഞ്ഞിട്ടാണ്? ബി ജെ പിയെ പോലെ തോറ്റിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ ഈ കേരളത്തിലും ഈ രാജ്യത്തും? ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം അല്ല. ശരി ഷാപ്രസാദ്, ഇവിടെ ഇന്നിപ്പോൾ കാണുന്ന അടികലശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്നു. ശിവരാജൻ വന്ന് ഈ രഘുനാഥൻ്റെ അയാളുടെ ബൂത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത AC റൂമിനകത്തിരിക്കുന്ന ആളാണെന്ന് പറയുന്നു. കൃഷ്ണകുമാറിനെ പറ്റി, സ്ഥാനാർത്ഥിയെ പറ്റി ആക്ഷേപം പറയുന്നത് ബി ജെ പിയുടെ ഉന്നത നേതാവാകട്ടോ. അവിടെ ഭരിക്കുന്ന നഗരസഭാ അധ്യക്ഷ പറയുകയാണ്, ഈ സ്ഥാനാർത്ഥി വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇയാളെ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആൾക്കാർ ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് കേട്ടു എന്ന് പറയുകയാണ്. ഈ അടിപൊട്ടൽ അത് പാലക്കാട്ടെ ക്ലീനിങ് പ്രോസസ്സായി കാണണോ, അതോ പണ്ടത്തെ ഇവിടുത്തെ കോൺഗ്രസിനേക്കാൾ ഗ്രൂപ്പിസം ശക്തമായ ബി ജെ പിയിൽ നാളെ നേതൃയോഗം തുടങ്ങിയിരിക്കുകയാണ്, പാർട്ടി പിടിക്കാനുള്ള നീക്കങ്ങളെ കുൽസിത നീക്കങ്ങളായി കാണണോ ശ്രീ ഷാബു? ഇല്ല, ഇപ്പം ഏറെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. ജയിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലും ആ ഒരു ആത്മവിശ്വാസത്തിലും തന്നെയായിരുന്നു പൊതുവെ ബി ജെ പി ആ പാർട്ടിയിലെ അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നത്. അതിന് വിപരീതമായി അവിടെ ഒരു തോൽവി, വെറും തോൽവിയല്ല, കനത്ത തോൽവി തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു വൈകാരികമായ ഒരു ഒരു ഔട്ട്ബസ്റ്റ് എന്ന് മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. അത്രമാത്രം വിഷമമുണ്ട് അവരുടെ ഉള്ളിലെ ആ വിഷമവും വേദനയുമാണ് ഇങ്ങനെ ഈ പല രൂപത്തിലൊക്കെ പുറത്തു വരുന്നത്. ഞാനതിനെ അങ്ങനെ, അല്ലാതെ ഇതൊരു പാർട്ടിക്കുള്ളിലെ ഒരു ഒട്ടാര വിപ്ലവമാണെന്നോ ഒരു പൊട്ടിത്തെറിയാണെന്നോ ഇതോടുകൂടി ബി ജെ പി തകർന്ന് തരിപ്പണമായി പോകുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ, ബി ജെ പിയുടെ ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് 40,000-ഓളമാണുള്ളത്. ആ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ശ്രീധരൻ സാറിന് കിട്ടിയ 50,000-ത്തിലധികം A+ മണ്ഡലം എന്ന് പറയുന്നത് ബേസ് വോട്ട് കിട്ടുന്ന മണ്ഡലമല്ലല്ലോ. ഇപ്പൊ സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണകുമാർ തന്നെ പറയുകയാണ്, ഈ പറഞ്ഞ ഈ ശ്രീധരൻ വലിയ മഹാനുഭാവനാണ്, അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എനിക്ക് കിട്ടില്ല, ഞാൻ ബേസ് വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ബേസ് വോട്ട് പിടിക്കാനും മാത്രം ഒരു ദുർബല സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ഞാൻ എന്ന് സി കൃഷ്ണകുമാർ തന്നെ പറയലാണ്. അപ്പൊ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണോ പാലക്കാട്ടെ പരാജയത്തിന്? സാധാരണ പരാജയമാണോ പുതിയ പരാജയത്തിന് കാരണം? ഷാബു, ചില കാര്യങ്ങളിൽ അവിടെ പാളിയിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയമാണോ, ഇനി തന്ത്രങ്ങളാണോ, പ്രവർത്തനങ്ങളിലെ പ്രശ്നമാണോ, ഏകോപനത്തിലെ പ്രശ്നമാണോ, ഇതൊക്കെ പാർട്ടി വിലയിരുത്തട്ടെ. എന്തായാലും അവിടെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി, അത് പാളി. അതെവിടെയാണ് പിഴവ് പറ്റിയത്, എവിടെയൊക്കെയോ പിഴവ് പറ്റിയിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണിത്. അത് പാർട്ടിക്കുള്ളിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അങ്ങനെ ചിലരത് തുറന്നു പറഞ്ഞെന്ന് വരും എന്നുള്ളതല്ലാതെ ഇവരെ ഇപ്പം പ്രമീള ശശിധരനായാലും ശിവരാജേട്ടനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കമ്മിറ്റഡായിട്ടുള്ള അത്രയോ കാലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്.
അവരുടെ ആ ഒരു പ്രയത്നത്തിന് ഫലം കാണാതെ വന്നപ്പോൾ അതിന് വിപരീതമായി സംഭവിച്ചപ്പോൾ ഉണ്ടായ ആ വേദന അവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ബേസ് വോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഇനി ഹാഷ്മിയുടെ മറ്റൊരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, രണ്ട് കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. എനിക്ക് സമയം തരണം. ഒന്ന്, BJP ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത സ്ഥലമാണ് ഈ പാലക്കാട്. ഇന്ന് വരെ BJP വിജയിച്ചിട്ടില്ല. അങ്ങനെ ഇന്ന് വരെ BJP വിജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ BJP വിജയിക്കാത്തതിൻ്റെയും വോട്ട് കുറഞ്ഞതിനെയുമാണ് നിങ്ങളൊരു BJP തകർന്നടിഞ്ഞു എന്നുള്ള മട്ടിൽ ഈ പറയുന്നത്. എന്നാൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ പാലക്കാട് മണ്ഡലത്തിൽ എത്രയോ തവണ ആവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് CPM, ഇടതുപക്ഷം. 2006, 2011 അവിടെ CPM അല്ലേ വിജയിച്ചത്. അങ്ങനെ CPM പലതവണ വിജയിച്ച, കൂടുതൽ തവണ വിജയിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ്, സമ്മതിക്കുന്നു. എങ്കിലും പലതവണ അവിടെ വിജയിച്ച കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി തുടർച്ചയായി 3-ാം സ്ഥാനത്തേക്ക് പോയി. അവരുടെ വോട്ട് നിതിനോട് തന്നെ ചോദിക്കാം. പക്ഷേ ഈ സാർ BJPക്കകത്ത് താങ്കൾ പറയുന്ന ഒരു പരാജയം ഉണ്ടാകും. പക്ഷേ പരാജയത്തിന് ശേഷം ഇത് സാർ പരസ്യ വിമർശനങ്ങൾ എത്രയാണെന്ന് വരുന്നത്. ഇപ്പോൾ ശിവരാജൻ മുതിർന്ന നേതാവ് പറയുന്ന അങ്ങേയറ്റം സ്ഥാനാർത്ഥിയെ പറ്റി, സ്ഥാനാർത്ഥിയുടെ എന്താണ് ആസ്തികളെ പറ്റി അങ്ങേയറ്റം പറയുകയാണ്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടായിരിക്കാം അത് പറയുന്നതെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. അയാൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരണ്ട എന്ന് ശിവരാജൻ മറുപടി പറയുന്നു. ഈ സ്ഥാനാർത്ഥി മാറ്റണമെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞാണ് നഗരസഭാ അധ്യക്ഷ തന്നെ പറയുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥി നിർണയവും നഗരസഭയിലെ പ്രശ്നങ്ങളും തോൽക്കാൻ കാരണമായെന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്നു. വി മുരളീധരനോട് ചോദിക്കുമ്പോൾ അതുമായി കെ സുരേന്ദ്രനോട് ചോദിക്കാൻ പറയുന്നു. അത് സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്, വി മുരളീധരൻ പണ്ട് സംസ്ഥാന അധ്യക്ഷനായപ്പോൾ പുറത്ത് കിട്ടിയത് 2000 വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. നോക്കൂ ശ്രീ ഷാബു, ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പ്രതികരണങ്ങളുടെ ആധിക്യം നോക്കൂ. അപ്പോൾ അത്രയും അമർഷവും ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ കലാപങ്ങളും പൊട്ടിത്തകർന്ന് പുറത്തേക്ക് വരികയല്ലേ? ഹാഷ്മി, ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ച വിജയം കിട്ടാതിരുന്നപ്പോൾ അവർ ഏറെ പ്രതീക്ഷിച്ച വിജയം, അത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ആ വിജയം കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളാണിതൊക്കെ. ഈ പ്രതികരണങ്ങളൊക്കെ എത്രത്തോളം വേണ്ടിയിരുന്നു, എങ്ങനെ വേണ്ടിയിരുന്നു എന്നൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രതികരിക്കുന്നതിൽ ഒരാളും മിണ്ടിപ്പോകരുത്, മാധ്യമങ്ങളോട് മിണ്ടിപ്പോകരുത് എന്ന ആ ഒരു സുഗ്രീവാജ്ഞയൊന്നും BJP നേതൃത്വം കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവർ പ്രതികരിച്ചു. അതേസമയം ആരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല എന്ന ഒരു സർക്കുലറോ കാര്യങ്ങളോ പോയിരുന്നെങ്കിൽ അവർ പ്രതികരിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പോയിട്ടില്ലാത്തത് കൊണ്ട് അവർ പ്രതികരിച്ചു. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ BJP ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ BJP തോറ്റതിനെ പറ്റി ഇത്രയധികം കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന നിങ്ങൾ, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാർ, പതിറ്റാണ്ടുകൾ അടക്കി ഭരിച്ച മഹാരാഷ്ട്രയിൽ അവർ അനിൽ സ്പ്രേ പോലെയായി പോയത്, അതും 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായ ഒരവസ്ഥയിൽ നിന്ന് ഒന്നുമല്ലാതായി പോയൊരവസ്ഥയെപ്പറ്റി നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ? ഇതുവരെ കേരളത്തിലെ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും മിണ്ടിയിട്ടില്ല. അത്ഭുതമൊന്നുമില്ല. മഹാരാഷ്ട്രയെ പാലക്കാട് വെച്ച് മറയ്ക്കാനുള്ള ആ ഒരു ശ്രമമാണ്. ഓക്കെ, മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഒക്കെ ചർച്ചയുണ്ട്.